ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കുന്നത് മെട്രിക്സ് എക്സ്ചേഞ്ചിൻ്റെ SLT കാർഡിൻ്റെ പ്രോഗ്രാമിങ്ങിനെ കുറിച്ചാണ്. ഫസ്റ്റ് 2 കാർഡ് കൊടുത്തിരിക്കുന്നത് PSU കാർഡാണ്, പവർ സപ്ലൈ കാർഡ്. അത് കഴിഞ്ഞിട്ട് കൊടുത്തിരിക്കുകയാണ് SLT കാർഡ്. SLT കാർഡ് നിങ്ങൾ നോക്കിയാൽ മനസ്സിലാകും. CO എന്ന് കൊടുത്തിട്ടുണ്ട്, ILC എന്ന് കൊടുത്തിട്ടുണ്ട്, SLT എന്ന് കൊടുത്തിട്ടുണ്ട്, DKP എന്ന് കൊടുത്തിട്ടുണ്ട്. പക്ഷേ SLTയുടെ താഴെ മാത്രമാണ് ഡോട്ട്സ് ഉള്ളത്. അതുകൊണ്ടാണ് നമ്മളിതിന് SLT കാർഡ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഈ കാർഡിൽ SLT ആണ് ഇതിൽ പ്രോഗ്രാമിംഗ് ചെയ്തിരിക്കുന്നത്. SLT എന്ന് വെച്ച് കഴിഞ്ഞാൽ സിംഗിൾ ലൈൻ ടെലിഫോൺ കാർഡ് എന്നാണ്. നമുക്കിതിൻ്റെ പ്രോഗ്രാമിംഗ് എങ്ങനെയെന്ന് നോക്കാം. ഫസ്റ്റത്തെ പോർട്ടിൽ 1 തൊട്ട് 4 വരെ ഡയൽ ടൂൺ കിട്ടും. ഒരു കാർഡിൽ 32 ഡയൽ ടൂൺ നമുക്ക് കിട്ടുന്നതാണ്. ഇതിൽ നമ്മൾ RJ45 കണക്ടറാണ് യൂസ് ചെയ്യുന്നത്. RJ45 കണക്ടറിൻ്റെ കളർ കോഡിംഗ് എന്ന് പറയുന്നത് ഗ്രീൻ വൈറ്റ് ഗ്രീൻ, ഓറഞ്ച് വൈറ്റ് ബ്ലൂ, ബ്ലൂ വൈറ്റ് ഓറഞ്ച്, ബ്രൗൺ വൈറ്റ് ബ്രൗൺ. ഈ രീതിയിലായിരിക്കണം നമ്മുടെ RJ45യുടെ കണക്ടറിൻ്റെ കളർ കോഡിംഗ് എന്ന് പറയുന്നത്. നമുക്ക് ഡയൽ ടൂൺ എങ്ങനെ കിട്ടുമെന്ന് നോക്കാം. ബ്ലൂ വൈറ്റ് ബ്ലൂവിൽ ഫസ്റ്റ് നമ്പർ കിട്ടും, സെക്കൻഡ് നമ്പർ ഓറഞ്ച് വൈറ്റ് ഓറഞ്ചിൽ കിട്ടും, തേർഡ് നമ്പർ ഗ്രീൻ വൈറ്റ് ഗ്രീനിൽ കിട്ടും, ഫോർത്ത് നമ്പർ ബ്രൗൺ വൈറ്റ് ബ്രൗണിൽ കിട്ടും. ഇതിൻ്റെ പ്രോഗ്രാമിംഗ് നമുക്ക് നോക്കാം. പ്രോഗ്രാമിംഗ് നമുക്ക് സിസ്റ്റം എഞ്ചിനീയറിൽ ലോഗിൻ ചെയ്യണം. ലോഗിൻ ചെയ്ത ശേഷം SLT കോൺഫിഗറേഷനിൽ പോകണം. അതിൻ്റെ താഴെ നമുക്ക് കാണാൻ കഴിയും SLT പാരാമീറ്ററിൽ പോകുമ്പോൾ നമുക്ക് കാണാൻ കഴിയും പോർട്ട് നമ്പർ ഫസ്റ്റ് കൊടുത്തിട്ടുണ്ടാകും 1 2 3 4 5 6 7 8 എന്ന് പറഞ്ഞിട്ട്. അത് കഴിഞ്ഞിട്ട് വരുന്നതാണ് ഹാർഡ്വെയർ സ്ലോട്ടും പോർട്ടും. ഹാർഡ്വെയർ സ്ലോട്ടാണ് നമ്മൾ ആദ്യം പറഞ്ഞത് കാര്യം. ഫസ്റ്റ് വരുന്ന കാർഡ്, അതായത് PSU കാർഡ് കഴിഞ്ഞിട്ട് ഫസ്റ്റ് വരുന്നത് ഒന്നാമത്തെ SLT കാർഡാകുമ്പോൾ ഹാർഡ്വെയർ സ്ലോട്ട് 1, അടുത്ത രണ്ടാമത്തെ SLT കാർഡാകുമ്പോൾ ഹാർഡ്വെയർ സ്ലോട്ട് 2, മൂന്നാമത്തെ SLT കാർഡാകുമ്പോൾ ഹാർഡ്വെയർ സ്ലോട്ട് 3. അപ്പോൾ ഞാൻ മൂന്നാമത്തിൽ എങ്ങനെ സെറ്റ് ചെയ്യാൻ നമുക്ക് കാണിച്ചു തരാം. മൂന്നാമത്തെ കാർഡിൽ ഞാൻ ഇവിടെ ഇടുവാണ്. അപ്പോൾ ഹാർഡ്വെയർ സ്ലോട്ട് 3, ഹാർഡ്വെയർ സ്ലോട്ട് ഞാൻ 3 എന്ന് കൊടുത്തു. അടുത്ത പോർട്ട് നമ്പർ 3 എന്ന് കൊടുക്കുവാണ്. പോർട്ട് നമ്പർ 3 എന്ന് കൊടുത്തു. ആക്സസ് കോഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏത് നമ്പറാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്, അതാണ് ആക്സസ് കോഡ്. അപ്പോൾ അതിൻ്റെ ആക്സസ് കോഡ് ഞാൻ 201 എന്ന് കൊടുത്തു. ഇനി നമ്മൾ ആ നമ്പറിന് എന്തെങ്കിലും പേര് കൊടുക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ പേര് അതിൻ്റെ അടുത്തുണ്ട്, നെയിം അവിടെ കൊടുക്കാവുന്നതാണ്. ഈ നമ്പർ നമുക്ക് ഏത് കേബിളിൽ കിട്ടുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഹാർഡ്വെയർ സ്ലോട്ട് മൂന്നാമത്തേൽ പോർട്ട് നമ്പർ 3 ആണ് കൊടുത്തിരിക്കുന്നത്. നമ്മുടെ ഈ മൂന്നാമത്തെ കാർഡിൽ പോർട്ട് നമ്പർ മൂന്നാമത്തെ പോർട്ടിൽ ഗ്രീൻ വൈറ്റ് ഗ്രീനിൽ നമുക്ക് ഈ നമ്പർ കിട്ടും. 201 എന്നുള്ള നമ്പർ ഗ്രീൻ വൈറ്റ് ഗ്രീനിൽ കിട്ടും. അടുത്ത് വരുന്നത് സ്റ്റേഷൻ ബേസിക് ടെംപ്ലേറ്റ് ഫീച്ചറാണ്. അതായത് ഈ നമ്പറിന് എന്തൊക്കെ ഫെസിലിറ്റി കൊടുക്കണം എന്നുള്ളതിൻ്റെ ഒരു ഫീച്ചേഴ്സാണ് നമ്മളിതിൽ കൊടുക്കുന്നത്. അതായത് ട്രങ്ക് അക്സസ് കൊടുക്കണോ, ഈവൻ കോൺഫിഗറേഷനിൽ ഞാൻ കൂടുതലായിട്ട് ഇതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽ വീഡിയോ ഞാൻ പറയാവുന്നതാണ്. അത് കഴിഞ്ഞ് വരുന്നത് സ്റ്റേഷൻ ബേസിക് അഡ്വാൻസ്ഡ് ഫീച്ചേഴ്സാണ്. അത് ഡിഫോൾട്ട് 01 തന്നെ കൊടുത്തിരുന്നാൽ മതിയാവും. ഇതിന് പ്രത്യേകിച്ച് സെറ്റിങ്സ് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. അത് കഴിഞ്ഞിട്ട് വരുന്നത് SLT ഹാർഡ്വെയർ ടെംപ്ലേറ്റ് ആണ്. ഇത് FSK V.23 എന്ന് കൊടുക്കണം. നമ്മൾ CLI ടൈപ്പിൽ ഫസ്റ്റ് സെക്കൻഡും അതിൽ 1 കൊടുത്താൽ മതി. നമുക്ക് എന്നിട്ട് അതേ കണക്ക് തന്നെ പ്രോഗ്രാമിംഗ് അതിൽ ചെയ്യണം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇതിൽ മാറ്റേണ്ടതായിട്ടുള്ളത് ഇതിൻ്റെ ലെങ്താണ്. ലൂപ്പ് ലെങ്ത് കൊടുക്കണം എബോവ് 5 കിലോമീറ്റർ. അതായത് കൂടുതൽ ദൂരം നമുക്ക് ട്രാവൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ടെലിഫോൺ ഇപ്പോൾ നമ്മൾ 5 കിലോമീറ്റർ കൂടുതൽ വെച്ചാലും നമുക്കത് വർക്ക് ചെയ്യണമെന്നുള്ളതുകൊണ്ട് എബോവ് 5 കിലോമീറ്റർ കൊടുക്കണം. ഇത് രണ്ടാണ് മെയിനായിട്ട് ഇതിൽ മാറ്റാനുള്ളത്. വേറെ ഒന്നും നിങ്ങൾ ചെയ്യേണ്ട ആവശ്യമില്ല. ബാക്കിയൊക്കെ ഡിഫോൾട്ട് ഇട്ടിരുന്നാൽ മതിയാകും. അത് കഴിഞ്ഞിട്ട് വരുന്നതാണ് കാൾ പിക്കപ്പ് ഗ്രൂപ്പിൽ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിപ്പോൾ എക്സാമ്പിളായിട്ട് നിങ്ങൾക്ക് ഇടുവാണ്. ഇതിൽ 5 ഇട്ടു, താഴത്തേതിൽ 5 ഇട്ടു, അടുത്ത മൂന്നാമത്തേൽ 5 ഇട്ടു. ഇപ്പോൾ ഈ 3ൻ്റെ കാൾ പിക്കപ്പ് ഗ്രൂപ്പ് 5 ആണ്. അപ്പോൾ ഈ 3 നമ്പറുണ്ട് 201, 2002, 2003. ഇത് 3ലെങ്കിലും ഏതെങ്കിലും ഒരു നമ്പറിൽ കോൾ വരികയാണെങ്കിൽ വേറൊരാൾക്ക് കോൾ അറ്റൻഡ് ചെയ്യണമെങ്കിൽ നമ്മൾ ഇതിന് ആക്സസ് കോഡ് ഉണ്ട്. ആ ആക്സസ് കോഡ് ഞാൻ എന്താണെന്ന് പറഞ്ഞുതരാം. നമ്മൾ ഫ്യൂച്ചർ ആക്സസ് കോഡിൽ പോയാൽ നമുക്ക് കാണാൻ കഴിയും എന്താണ് ഇതിൻ്റെ ആക്സസ് കോഡ് എന്ന്. ഫ്യൂച്ചർ ആക്സസ് കോഡിൽ പോകുമ്പോൾ നിങ്ങൾക്ക് താഴോട്ട് നമുക്ക് കാണാൻ കഴിയും കാൾ പിക്കപ്പ് ഗ്രൂപ്പ്. കണ്ടോ, കാൾ പിക്കപ്പ് ഗ്രൂപ്പ് എന്ന് പറഞ്ഞ് ഇതിൽ കൊടുത്തിരിക്കുന്ന *4 ആണ്. മനസ്സിലായോ? *4 ആണ് കാൾ പിക്കപ്പ് ഗ്രൂപ്പ് എന്ന് പറഞ്ഞ് കൊടുത്തിരിക്കുന്നത്. ഈ 3 ടെലിഫോണിലും ഏതെങ്കിലും ഒരു ടെലിഫോണിൽ കോൾ വരുവാണെങ്കിൽ ഇത് 3 ടെലിഫോണിൽ ഇരിക്കുന്ന ആൾക്കാർക്ക് അറ്റൻഡ് ചെയ്യാൻ കഴിയും. അതായത് *4 എന്ന് അടിച്ചാൽ മാത്രം മതി, കോൾ ഇതിലേക്ക് ഓട്ടോമാറ്റിക് പിക്കപ്പ് ആവും. അതിനാണ് കാൾ പിക്കപ്പ് ഗ്രൂപ്പ് എന്ന് പറയുന്നത്. ഇപ്പോൾ വേറെ നമ്പർ ഇടുവാണെങ്കിൽ ഇപ്പോൾ ഇവരെ 3 പേർ 5 ഇട്ടു, വേറെ ബാക്കി 3 പേർക്ക് 4 ഇട്ടു, ബാക്കി 3 പേർക്ക് 3 ഇട്ടു. അപ്പോൾ അലഗ് കാൾ പിക്കപ്പ് ഗ്രൂപ്പായി. അപ്പോൾ ഈ 5 ഇട്ടവർക്ക് എല്ലാവർക്കും ഒരേ ടൈമിൽ അവർക്ക് വരുന്ന കോൾ അങ്ങോട്ടും ഇങ്ങോട്ടും പിക്കപ്പ് ചെയ്യാൻ കഴിയും. 3 ഇട്ടവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും അവർക്ക് പിക്കപ്പ് ചെയ്യാൻ കഴിയും. 4 ഇട്ടവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും അവർക്ക് പിക്കപ്പ് ചെയ്യാൻ കഴിയും. ഇതാണ് ഇതിൻ്റെ കാൾ പിക്കപ്പ് ഗ്രൂപ്പിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. പിന്നെ ഇതിൽ പറയേണ്ടതായിട്ടുള്ളത്, നമുക്കിപ്പോൾ പല പിക്കപ്പ് ഗ്രൂപ്പിലാണെങ്കിലും നമുക്കിപ്പോൾ ഒരു നമ്പറിലേക്ക് പെർട്ടിക്കുലർ നമ്പറിലേക്ക് കോൾ വന്നാൽ നമുക്കിപ്പോൾ അറ്റൻഡ് ചെയ്യണമെങ്കിൽ വേറൊന്നുണ്ട്, കാൾ പിക്കപ്പ് സെലക്റ്റീവ്. അതായത് ഏത് നമ്പറിലേക്കാണ് കോൾ പോകുന്നത് ആ കോളിനെ നമുക്ക് അറ്റൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ കാൾ പിക്കപ്പ് സെലക്റ്റീവ് എന്നുള്ള കോഡ് ആക്സസ് കോഡ് കൊടുത്തിരിക്കുന്നത് 12 ആണ്. അതായത് ഇപ്പോൾ ഒരു നമ്പറിലേക്ക് കോൾ വരുവാണ്, അപ്പോൾ നമുക്ക് അറ്റൻഡ് ചെയ്യണം. പക്ഷേ അത് ആ കാൾ പിക്കപ്പ് ഗ്രൂപ്പിലുള്ളതല്ല. അങ്ങനെയാണെങ്കിൽ നമ്മൾ അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട്
ഫസ്റ്റ് 1 2 എന്നടിക്കും. കാൾ പിക്ക് സെലക്ട് ചെയ്യുന്ന അക്സസ് കോഡാണ് 1 2. ആ 1 2 അടിച്ചതിന് ശേഷം ഏത് നമ്പറിലേക്കാണ് കോൾ വരുന്നത്, ഇപ്പോൾ 2003 കോൾ വരുന്നതെങ്കിൽ 2003 എന്ന് മാത്രം നമുക്ക് അടിച്ചാൽ മതി. കോൾ നമ്മുടെ ഫോണിലേക്ക് പിക്കപ്പ് ചെയ്യാൻ കഴിയും നമുക്ക്. ഇത്രയും കാര്യങ്ങളാണ് SLT പോർട്ട് പാരാമീറ്ററിൽ എനിക്ക് അറിയാവുന്നത്. കൂടുതൽ ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമൻറ്റ് ചോദിക്കുക. എന്നെക്കൊണ്ടാവുന്ന ഞാൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. താങ്ക് യു.